സോ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഈ ഒരു 9ാമത്തെ ആഴ്ചയിൽ ഒരു ഞെട്ടിക്കുന്ന എവിക്ഷൻ നടന്നിരിക്കുകയാണ്. ജിസേൽ എവിക്റ്റ് ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ തന്നെയാണ്. അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ മികച്ച വോട്ടിംഗ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസേൽ. എന്താണ് നടന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും സാറ്റർഡേ എപ്പിസോഡിൽ ഒനിയിലും അതുപോലെ തന്നെ സൺഡേ എപ്പിസോഡിൽ ജിസേലും പുറത്താകുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിലിപ്പോൾ മറ്റൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. എന്താണെങ്കിലും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. അൺഒഫീഷ്യൽ പോളുകൾ നോക്കിക്കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ പോളുകൾ നോക്കിക്കഴിഞ്ഞാലും ജിസേലിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് കാണാനുണ്ടായിരുന്നു. നമ്മുടെ ഡേഞ്ചർ സോണിൽ പോലും അതിന്റെ 7 അയലക്കത്ത് പോലും എത്താത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസേൽ. ഈ ഒരാഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ അത്യാവശ്യം ടോപ്പ് 3 വോട്ടിംഗ് ലിസ്റ്റിൽ തന്നെ ജിസേലിന്റെ പേരും ഉണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സൺഡേ ഷൂട്ട് ഒരു രാത്രിയിലത്തേക്ക് കഴിയും, അതുവരെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഷോക്കിംഗ് ആയിട്ടാണ് അറിഞ്ഞത് ജിസേൽ എവിക്റ്റ് ആയിരിക്കുന്നു എന്ന ഈ ഒരു സീസണിൽ നിന്നും. അതുപോലെ നമ്മൾ എവിക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ പോലും ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്ന സാബുമോൻ അല്ലെന്നുണ്ടെങ്കിൽ നെവിൻ, ഇവരിൽ ഒരാളായിരിക്കും എവിക്റ്റ് ആകാൻ പോകുന്നത്. ഇനി കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിന് വേണ്ടി ആദിലിനെ പുറത്താക്കുമെന്നാണ് കരുതിയിരുന്നത്. ജിസേലിനെ ഒന്നും ഒരിക്കലും ഈ ഒരു സീസണിൽ എവിക്റ്റ് ആക്കുമെന്ന് കരുതിയില്ല. എന്താണ് ഇവിടെ നടന്നത്? അപ്പോൾ പ്രേക്ഷകരൊക്കെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അപ്പോൾ സോഷ്യൽ മീഡിയ പോളുകളൊക്കെ മാത്രം കാണുന്നുള്ളോ, അല്ലെങ്കിൽ PR ഏജൻസിക്കാർ പടച്ചുവിടുന്ന അൺഒഫീഷ്യൽ പോളുകളുടെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് ജിസേലിനൊക്കെ വോട്ടുണ്ടെന്ന് കരുതിയിട്ട് മറ്റു പലർക്കും വോട്ട് ചെയ്യുകയാണോ, അതോ PR ഏജൻസിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മറ്റു പല കണ്ടസ്റ്റൻസിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ എവിക്റ്റ് ആവുകയാണോ? നമ്മൾ പ്രേക്ഷകർ, അതായത് നിങ്ങൾ പ്രേക്ഷകർ, വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരൊക്കെ ആരുടെ എവിടെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളൂ. കാരണം വെറും വാഴകളായിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുമ്പോൾ ജിസേലിനെ ഒന്നും ഇപ്പം പുറത്താക്കേണ്ട കാര്യമില്ല. ശരിയാണ്, ജിസേലിന് കുറച്ചായിട്ട് പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല, വെറുതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ പോലും അത്ര പോലും കണ്ടന്റുകൾ കൊടുക്കാത്ത എത്രയോ കണ്ടസ്റ്റൻസ് ഈ നോമിനേഷൻസിൽ പോലും ഉണ്ട്. സോ പ്രേക്ഷകർ വെറും വേസ്റ്റ്. ഈ ഒരു സീസണിൽ പ്രേക്ഷകരടക്കം വെറും വേസ്റ്റ് ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരാഴ്ച നടന്ന 2 എവിക്ഷനും അൺഫെയർ ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഒനിയിലാണെന്നുണ്ടെങ്കിലും ജിസേൽ ആണെന്നുണ്ടെങ്കിലും ഈ ആഴ്ച പോകേണ്ടവരല്ല. ഈ ഒരു നോമിനേഷനിൽ നിന്ന കണ്ടസ്റ്റൻസിൽ നിലവിൽ സാബുവാനാണെന്നുണ്ടെങ്കിലും ലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും നെവിൻ ആണെന്നുണ്ടെങ്കിലും ഇവരൊന്നും നിലവിൽ ഇവരെക്കാളും മികച്ച കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുക. നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഇവർ തന്നെയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.